സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുധിയുടെ വിരലല്ല ഒടിക്കേണ്ടത്, അവൻ്റെ വായ തല്ലി പൊട്ടിച്ചിട്ട് അവൻ്റെ വായിലാണ് പ്ലാസ്റ്റർ കുത്തി കയറ്റി വെക്കേണ്ടത്. അമ്മാതിരിയുള്ള ഒരു തെണ്ടിത്തരാണ് അവൻ ഇന്ന് റെസ്റ്റോറൻറ്റിൽ വെച്ച് പറഞ്ഞത്. അവൻ രവിയേട്ടൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ 50 ലക്ഷം രൂപ, അത് റിട്ടയർമെൻറ്റ് തുക, ആ തുകയും കട്ടെടുത്തിട്ട് അവൻ ആ പെണ്ണിൻ്റെ ഒപ്പം പോയവനാണ് അവൻ. ആ പെണ്ണിപ്പോൾ എവിടെയാണെന്ന് നമുക്ക് ആർക്കും പിടുത്തില്ല. അവൾ മുങ്ങി ആ കാശും കൊണ്ട്. ഇവിടെ കറണ്ട് ഇല്ലാട്ടോ സുഹൃത്തുക്കളെ. അപ്പം ഞാൻ ഈ ലൈറ്റിൻ്റെ വട്ടത്തിലാണ് ഞാൻ നിങ്ങളോട് ഇത് പറയണത്. അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ ശ്രീകാന്ത് വിളിക്കുകയാണ്, ഇത് സച്ചിൻ രേവതിനെ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് ഞാൻ ഏത് സാരി കൊടുത്തിട്ടാണ് വരേണ്ടതെന്ന്. അപ്പോൾ സച്ചി പറയണത് നിനക്ക് ഇഷ്ടമുള്ള സാരി കൊടുത്തോന്ന്. അങ്ങനെ സച്ചി തന്നെ പറയണ്ട, അന്നൊരു കാര്യം ചെയ്ത് ഈ പിങ്ക് സാരി കൊടുത്തിട്ട് നീ പോരേന്ന് പറയണം. അങ്ങനെ പിങ്ക് സാരി കൊടുത്തിട്ട് രേവതി പോവാണ് റെസ്റ്റോറൻറ്റിലേക്ക്. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ പോണ സമയത്ത് ഈ വായി നോക്കിയാൽ അവിടെ ഉണ്ട്, ഈ സുധിയും അവിടെ ഉണ്ട്, കുത്തിയിരിക്കുന്നുണ്ട്. ഇവറ്റകൾക്ക് ഉറക്കമൊന്നും ഇല്ലോണ്ട് അവിടെ കുത്തിയിരിക്കുക. അങ്ങനെ ഒന്നും രണ്ടും പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവള് ചോദിക്കുക, ശ്രുതി ചോദിക്കുകയാണ്, രേവതി നീയും സച്ചിയുമായിട്ട് പ്രണയബന്ധമായിരുന്നില്ല, അപ്പോൾ അതിൻ്റെ ലവ് സ്റ്റോറി എന്ന് പറയുന്നു ചോദിക്കുമ്പോൾ പുള്ളിക്കാരി ആകുന്ന ചമ്മാണ്. അപ്പോൾ ചമ്മണ സമയത്ത് നമ്മുടെ സച്ചി പറയുന്നുണ്ട്, ഇവനെക്കുറിച്ചുള്ള കഥകൾ വേണമെങ്കിൽ ഞാൻ പറയാം, പൗഡർ അമ്മായി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ രേവതിനെ കെട്ടാൻ നിന്നത് ഇവനാണ്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ പൈസയും എല്ലാം അടിച്ചു മാറ്റിയിട്ട് ഇവൻ പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി തുറന്നടിച്ച് പറയുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇവനതങ്ങോട്ട് പറ്റിയില്ല, ഇവനാകെ ഇതായിരിക്കും. അപ്പോൾ അപ്പോഴേക്കും ഇവൻ്റെ മുഖം കാണുമ്പോൾ ശ്രുതി പറയാണ്, എന്തിനാണ് ഇത്ര മാത്രം ടെൻഷൻ അടിച്ചിരിക്കുന്നത്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇവൾക്ക് മനസ്സിലായി, ഇവൾക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടിയേ. കാരണം ഇവൾ ഈ 17-ാം വയസ്സിൽ വേറൊരുത്തനായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അവൻ ഇട്ടിട്ട് പോയതാണോ ചത്തതെന്നൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ ഇവൾക്കൊരു പറയാൻ ഒരു സാധനമായി. അതാണ് ഇവൾ സോൾവായിട്ട് മിണ്ടാതെ കുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവൻ എന്ത് ചെയ്യും, അതിൻ്റെ അച്ഛൻ ഇങ്ങനെ ആ കാശ് എനിക്ക് തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാനിങ്ങനെയൊന്നും ആവില്ലായിരുന്നു, അങ്ങനെ ആ പൈസ തരാതെ രേവതിനെ കെട്ടിയാൽ മാത്രമേ കാശ് തരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്കിങ്ങനെ പ്രശ്നം വന്നതെന്നൊക്കെ പറഞ്ഞ് രവിയേട്ടനെ വളരെ മോശമായിട്ട് കുറ്റം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ പുള്ളിക്കാരന് സഹിക്കണില്ല. ആർക്ക്? സച്ചിക്ക് കേട്ട് നിൽക്കാൻ പറ്റണില്ല. സച്ചി ടേബിളിൻ്റെ മുകളിലൊന്ന് ആഞ്ഞിടിക്കും. അപ്പം വീണ്ടും ചൊറിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ കലി വന്നിട്ട് പുള്ളിക്കാരൻ ചാടി എണീറ്റിട്ട് അവൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് കുത്തിയിട്ട് അങ്ങോട്ട് തട്ടിയിട്ടാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന സ്പൂൺ എടുത്തിട്ടാണ്, അതായത് ഭക്ഷണം കഴിക്കുന്ന ആ ചെറിയ മുള്ളുമുള്ളായിട്ടുള്ള സ്പൂണുണ്ടല്ലോ, അതെടുത്തിട്ട് കയ്യുമ്പോൾ പടപടപടാന്ന് അങ്ങോട്ട് കുത്താണ്. ആ കുത്തലിലാണ് കൈയൊക്കെ മുറിയണത്. അങ്ങനെ ശ്രുതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാണ്, ശ്രുതിനെയും വിളിച്ചിട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം വന്നിട്ട് രവിയേട്ടനെ വളരെ മോശമായിട്ട് പറയാണ് ഈ ശ്രുതി, നിങ്ങൾ കാരണമാണ് എൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനെയൊക്കെ ആയത്, നിങ്ങൾ ആ കാശ് അന്ന് അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ, ഈ കള്ളുകൂടിയന്മാരൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിക്കുക, അങ്ങനെയുള്ള തരം താന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി ഇടയിൽ കയറിയിട്ട് പറയുന്നത്, അച്ഛനെ ഇത്രയും മോശമായിട്ട് സംസാരിച്ചുകൊണ്ടാണ് സച്ചേട്ടൻ തല്ലിയത്, അതിലെന്താ തെറ്റുള്ളത് എന്ന് ചോദിക്കുമ്പോൾ എടുത്ത വശം പിള്ളി പറയാണ്, കള്ളുകൂടിയൻ. കള്ള് കുടിക്കുന്നുണ്ടെങ്കിലേ അദ്ദേഹം കഷ്ടപ്പെട്ടുള്ള അധ്വാനിച്ച് പൈസ കൊണ്ടാണ് കള്ളു കുടിക്കുന്നത്, അല്ലാണ്ട് കട്ടിട്ട് മോഷ്ടിച്ചൊന്നുമല്ല. കള്ളു കുടിക്കണമെന്ന് നിനക്കെന്താടി ചേർന്ന് വെച്ചിട്ട് നല്ല രീതിയിൽ മറുപടി കൊടുക്കുന്നുണ്ട്. അതെന്തായാലും അടിപൊളി. ഞാനിപ്പോൾ നിങ്ങളോട് ഈ പറയണത് നിങ്ങൾ എത്രമാത്രം കാണുമെന്നൊന്നും അറിയില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ രേവതിയും ഈ പറയണ മാതിരി ശ്രുതിയുമായിട്ട് ഭയങ്കരമായിട്ട് പൊട്ടാപ്പൊരിയൊക്കെ ആവുന്നുണ്ട്. ഭയങ്കര വൈരാഗ്യബുദ്ധിയോട് കൂടിയാണ് പിന്നീട് ശ്രുതി രേവതിയോട് സമീപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമായിരുന്നെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഓക്കെ.